ശിവനെ ബ്രഹ്മത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് രൂപമായിട്ട് കണ്ട് ആരാധിക്കുക. ശിവനാണ് സുപ്പീരിയർ, അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ താഴത്തോട്ടുള്ളൂ. അവരെ നമ്മൾ പൊതുവിൽ വിളിക്കുക ശൈവർ എന്നാണ്. വിഷ്ണു ആണ് ഏറ്റവും അൾട്ടിമേറ്റ്, അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഉള്ളൂ, ബാക്കിയൊക്കെ സെക്കൻഡ്, അൾട്ടിമേറ്റ് വിഷ്ണു. അവരെ നമ്മൾ വൈഷ്ണവർ എന്ന് വിളിക്കുന്നു. ദേവിയാണ് ഏറ്റവും പരമമായിട്ടുള്ള ചൈതന്യം, അത് കഴിഞ്ഞ് താഴത്തേക്കുള്ളതേ ഉള്ളൂ. ഇത് പരാശക്തി ആയതുകൊണ്ട് ശാക്തേയർ എന്ന രീതിയിൽ വിചാരിക്കുന്നു. ഇത് 3 മതങ്ങളുമാണ് പ്രധാനമായിട്ടും ഭാരതത്തിൽ ഏറ്റവും ആദ്യകാലം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ സൂര്യനെ ആരാധിക്കുന്ന ഒരു വിഭാഗം കൂടി ആൾക്കാരുണ്ടായിരുന്നു. ഇതിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 മതങ്ങളാണ്, ഒന്ന് ഗാണപത്യവും ഒന്ന് കൗമാരവും. ഗാണപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയാണ് ബ്രഹ്മത്തിന്റെ ഏറ്റവും പൂർണ്ണരൂപം. അവിടെ ശിവൻ പോലും, ഗണപതിയുടെ പിതാവിന്റെ സ്ഥാനമുള്ള ശിവൻ പോലും സെക്കൻഡറിയാണ്, അമ്മ പോലും സെക്കൻഡറിയാണ്. അപ്പൊ ഗണപതി അൾട്ടിമേറ്റ്, അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ. അതാണ് ഗാണപത്യം എന്ന് പറയുന്ന മതം. കൗമാരം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. കുമാരൻ എന്ന് വിളിക്കുന്നത് മുരുകനെ മാത്രമാണ്. കുമാരൻ, മുരുകൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യഥാർത്ഥ അർത്ഥം സുന്ദരൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കുമാരൻ എന്ന് വിളിക്കുന്നതും ഭഗവാനെ തന്നെയാണ്. അപ്പൊ കുമാരന്റെ ഫോളോവേഴ്സിന്റെ മതമാണ് കൗമാരം.